നമ്മൾ ഒരാളെ ഫോട്ടോ എടുക്കുമ്പോൾ അയാളോട് എവിടെ നോക്കാൻ പറയാം. ആരുടെ ഫോട്ടോ ആണ് എടുക്കേണ്ടത്? ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു നായ്ക്കുട്ടിയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വലിയൊരു മനുഷ്യനാണെങ്കിലും അയാളുടെ കണ്ണിൻ്റെ ലെവലും ക്യാമറയും ഒരേ കൊടവയറുണ്ട്. ഹായ്, സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി സീരീസിൻ്റെ പാർട്ട് 2 ആണ്. നേരത്തെ 2 പോയിന്റ്സ് നിങ്ങൾ കണ്ടു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറയുന്ന 3 പോയിന്റ്സ് അത് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ തലയുടെ ഭാഗത്ത് നിന്ന് ഒക്കെ ക്ലട്ടർ ഒഴിവാക്കുക. ക്ലട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കിൽ കണ്ണ് കണ്ടോ? ഇതൊക്കെ ക്ലട്ടറാണ്. ഈ കെട്ടിടങ്ങൾ, ഭംഗിയില്ലാത്ത കെട്ടിടങ്ങൾ, മരത്തലപ്പ്, നമ്മുടെ ഫേസൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം. അതിൻ്റെ ഡെമോ എങ്ങനെ നോക്കാം? തെങ്ങിൻ്റെ അവിടെയൊക്കെയാണ് വെച്ചോ. അപ്പോൾ സാധാരണ ഫോണിൽ തെങ്ങിൻ്റെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ അതൊരു ക്ലട്ടർ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് ആംഗിൾ ഇങ്ങോട്ട് മാറുക, കുറച്ച് താഴേക്ക് വയ്ക്കുക, ആകാശത്തിലേക്ക് വരിക. യെസ്, റെഡി. ഇനി നേരത്തെ പടം കാണിക്ക്. ഇത് കണ്ടോ? തെങ്ങിൻ്റെ ഭാഗമൊക്കെ ഇത്തിരി ക്ലട്ടേർഡാണ്. ഇത് കണ്ടോ? ആൾ വളരെ കൃത്യമായിട്ട് ഇവിടെ ഒന്നും ഒരു സാധനമില്ല നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും നമ്മുടെ തലയുടെ ഭാഗത്തും വേറെ ഒബ്ജക്ട്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? ക്യാമറ ആംഗിള്. നമ്മൾ എടുക്കുന്ന ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു കുട്ടിയെ ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചോ, നമ്മളെക്കാൾ ഉയരം കുറഞ്ഞ ഒരാളെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതേ ആംഗിളിൽ ഒന്നും ചെയ്യാതെ അതേപോലെ തന്നെ എടുക്കും. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയെ എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബോറായിരിക്കും അങ്ങനെ എടുത്താൽ. നമ്മളെപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആരുടെ ഫോട്ടോ ആണ് എടുക്കേണ്ടത്? ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു നായ്ക്കുട്ടിയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വലിയൊരു മനുഷ്യനാണെങ്കിലും അയാളുടെ കണ്ണിൻ്റെ ലെവലും ക്യാമറയും ഒരേപോലെ വരണം. ഈ കുട്ടികളെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, പക്ഷേ അങ്ങനെ എടുക്കാൻ പാടില്ല. ഇത് കണ്ടോ? റെഡി. ഇങ്ങനെ എടുത്താലും ഒരു രസമല്ല. നേരെ മറിച്ച് നോക്കി, ക്യാമറ ആംഗിള്, ക്യാമറയും കണ്ണും ഒരേ ലെവലിൽ വരുമ്പോൾ നല്ല അടിപൊളി ഫോട്ടോ ആവും. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയെ അല്ലെങ്കിൽ വേറൊരാളെ നമ്മൾ കുറച്ചും കൂടെ ഒരു ഹീറോ ഇതിൽ എടുക്കുകയെന്ന് വെച്ചോ. ഇപ്പോൾ നമ്മൾ അറിയില്ലേ, മമ്മൂട്ടിയൊക്കെ കാറിൽ നിന്ന് ഇറങ്ങി വരികയെന്നറിയില്ലേ? അപ്പോൾ താഴെ ലോ ആംഗിളിൽ നിന്നാണ് വയ്ക്കുക. ഇത് കണ്ടോ? കുട്ടുവിനെ നമ്മൾ ഭീകരനാക്കുകയാണ്. കൊടവയറുണ്ട്. അപ്പോൾ കുട്ടു അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയും കൂടെ സെറ്റ് ചെയ്യാം. എങ്കിലും എപ്പോഴും ബെസ്റ്റ് എന്താ? ക്യാമറയും കണ്ണും ഒരേ ലെവലിൽ വരുന്നതാണ്. അത് കുട്ടികളുടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇരുന്ന് തന്നെ എടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അല്ലെങ്കിൽ എന്താണെന്നറിയോ? നിങ്ങളങ്ങനെ നിങ്ങളുടെ കുട്ടിയെ എടുത്തിട്ട് ആ കുട്ടി കുറേ കഴിഞ്ഞിട്ട് വലുതാവുമ്പോൾ ചോദിക്കും, എന്താ നിങ്ങൾ എൻ്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെയെന്ന് ചോദിക്കും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ആംഗിൾ സെറ്റ് ചെയ്യുന്നത്. അഞ്ചാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, നമ്മൾ ഒരാളെ ഫോട്ടോ എടുക്കുമ്പോൾ അയാളോട് എവിടെ നോക്കാൻ പറയാം? ലെൻസിലേക്കാണ് നോക്കാൻ പറയേണ്ടത്. മിക്ക ആൾക്കാരും എന്ത് ചെയ്യും? ഫോട്ടോ എടുക്കുന്ന ആളുടെ കണ്ണിലേക്കാണ് നോക്കുക. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിളാവും ഫോട്ടോയിൽ വരിക. നേരെ ഐ ടു ഐ കോൺടാക്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഒരു ഫോട്ടോ നല്ല രസമാവുക. അല്ലാതെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ സാധനമുണ്ട്, അത് വേറെ നമ്മൾ പിന്നെ പറയാം. പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ എപ്പോഴും ലെൻസിലേക്ക് നോക്കണം. അതും കൂടെ എങ്ങനെ നോക്കാം? ആദ്യം അച്ഛനെ നോക്ക്, ഇനി ലെൻസിലേക്ക് നോക്ക്. ഇനി നോക്കിക്കോണേ വ്യത്യാസം. ഇതാണ് ലെൻസിലേക്ക് നോക്കിയത്. അത് നമ്മളെ നോക്കണ പോലെ തന്നെ ആയിരിക്കും. ഇത് ഫോട്ടോഗ്രാഫർ നോക്കുന്നത്. അത് കണ്ടോ? അങ്ങോട്ടാണ് നോക്കുന്നത്. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ഇതാണ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും ബേസിക് ആയുള്ള 5 കാര്യങ്ങൾ ആയിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. എപ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഈ 5 കാര്യങ്ങൾ വെച്ച് പടം എടുത്താൽ നല്ല കിടിലൻ പടമായിരിക്കും. അപ്പോൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. മനസ്സിലായോ? ടാറ്റ.